ചിന്നു സാമ്പാറാണോ? ഇങ്ങനെ മനസ്സിലായി? അല്ല, മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. അതെങ്ങനെ മനസ്സിലായി? അതെങ്ങനെ തിളയ്ക്കുമ്പോൾ ഉള്ളൊരു വാസന വരുമല്ലോ, അതിൽ നമുക്ക് മനസ്സിലാവും. എന്റെ പൊന്ന് ശ്രീകുട്ടി, ഞാൻ ഇന്നലെ ഒന്നുമല്ല സാമ്പാർ വെക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇവിടെ ഇത്രയും നാളായിട്ട് ഞാനല്ലേ വെച്ചോണ്ടിരിക്കുന്നത്. അതൊന്ന് രുചിച്ചു പോലും നോക്കാതെ എങ്ങനെ കുറവാണ് കൂടുതലാണൊക്കെ പറയണേ? അതല്ല, അത് ഞാനും ഇപ്പൊ സാമ്പാറൊക്കെ വെക്കുന്നതാണല്ലോ, അപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. എന്തിന്? അല്ല, ഞാൻ ഒന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി തരാം. ശ്രീകുട്ടിയുടെ ഉദ്ദേശം എന്തോന്ന്? വന്നു കയറിയോണ്ട് എന്നെ അങ്ങ് പുറത്താക്കാന്ന് അടുക്കളയെന്ന്? അയ്യോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ എങ്ങനെയാ ഉദ്ദേശിച്ചത്? അല്ല, ഒരു അഭിപ്രായം പറയാലോ. അനവസരത്തിൽ അഭിപ്രായം പറയുന്നത് മോശമല്ലേ ശ്രീകുട്ടി? അതല്ല, ചിന്നൂന് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കേടുള്ള പോലെ എനിക്കിങ്ങനെ തോന്നുന്നു. അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. അല്ല, ഒരുമാതിരി കുത്തി സംസാരവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ ശ്രീകുട്ടി, ഇങ്ങോട്ട് നോക്ക്. എനിക്ക് കുത്തി സംസാരിച്ചൊന്നും ശീലമൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി അങ്ങ് പറയും. ഞാനും മുഖത്ത് നോക്കി പറഞ്ഞാ ശീലം. അതാ നല്ലത്. എന്റെ ജോലി എന്താന്നറിയാലോ അല്ലേ? എന്താ ജോലി? SI ആണ്. അയ്യോ, എനിക്ക് പേടി തോന്നുന്നില്ല ശ്രീകുട്ടി. SIയും പോലീസും ഒക്കെ അങ്ങ് സ്റ്റേഷനിൽ മതി, വീട്ടിലെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് പോലീസുകാരെ പുച്ഛമാണ്? പുച്ഛമാണെന്ന് ഞാൻ പറഞ്ഞോ? ഈ വീട്ടിലെടുക്കണ്ടെന്നേ പറഞ്ഞോളൂ. അല്ല, ഞാനതിന് പോലീസ് മുറയൊന്നും ഇവിടെ എടുത്തില്ലല്ലോ. അയ്യോ, എടുക്കാൻ ഇങ്ങോട്ട് വന്നു നോക്ക ശ്രീകുട്ടി, ഞാൻ അങ്ങ് നിന്ന് തരാം. അല്ല, അതെന്താ അങ്ങനത്തെ വർത്താനം പറയുന്നേ? പിന്നെ ഇങ്ങനത്തെ വർത്താനം പറയുമ്പോ ഞാൻ പിന്നെ എങ്ങനത്തെ വർത്താനം പറയണം? അല്ല, സാമ്പാറിൽ ഇച്ചിരി മല്ലിപ്പൊടി കൂടിപ്പോയെന്ന് പറഞ്ഞാണോ അത്ര വലിയ തെറ്റ്? അത് തെറ്റാണ്. രുചിച്ചു പോലും നോക്കാതെ എങ്ങനെ അങ്ങനെ പറയണത്? അങ്ങനെ അഭിപ്രായങ്ങളെ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൂടല്ലോ. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവില്ലെന്നൊന്നും വിചാരിക്കണ്ട. മനസ്സിലാവാതിരിക്കാൻ ശ്രീകുട്ടി പൊട്ടിയൊന്നുമല്ലല്ലോ. അത് ഓർമ്മ വേണം. ഓ എന്തുവാണ് പ്രശ്നം? ഓ തമ്പുരാട്ടി എഴുന്നള്ളിയോ? നിന്നെ ഇപ്പൊ ആരോട് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആരെങ്കിലും ക്ഷണിച്ചോ? ആവശ്യമില്ലാതെ വലിഞ്ഞേറി വന്നോളൂ ഒരഭിപ്രായം പറയാനായിട്ട്. അതെ, ആവശ്യമില്ലാതെ വലിഞ്ഞേറി വന്നു എന്ന് എന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഞാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത്? ഡേ എനിക്ക് ആരെങ്കിലും ഉദ്ദേശിച്ചാലേ അങ്ങ് മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്കറിയാം. എനിക്ക് വളഞ്ഞ വഴിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിങ്കി.